മന്നാഥഃ ശ്രീജഗന്നാഥോ മദ്ഗുരുഃ ശ്രീജഗദ്ഗുരുഃ മമാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീഗുരവേ നമഃ. എല്ലാവർക്കും വിനീത പ്രണാമം. ദർശനമാലയിലെ 5-ാം ശ്ലോകമാണ് ഇന്ന് നാം ചിന്തനം ചെയ്യുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലായി കാരണത്തിൽ നിന്നും വേറെയല്ല കാര്യം എന്നും കാര്യരൂപങ്ങളെയെല്ലാം പുറന്തള്ളി കാര്യം അസത് അഥവാ ഇല്ലാത്തതാണെന്ന് സമർത്ഥിച്ചു. പ്രപഞ്ച കാര്യരൂപങ്ങളെല്ലാം കാരണം തന്നെ എന്നുറപ്പിച്ച് പരമകാരണ സ്വരൂപം വ്യക്തമാക്കി. ഉത്പത്തിനാശങ്ങൾ ബ്രഹ്മസ്വരൂപത്തിൽ സംഭവിക്കുന്ന ബ്രഹ്മദർശനങ്ങൾ മാത്രമാണെന്നുറപ്പിച്ച് ബ്രഹ്മം മാത്രം സത്യം എന്ന ഉറപ്പിൽ ഒരു വ്യക്തമായ നിഗമനത്തിലേക്ക് എത്തിക്കുകയാണ് ഗുരു നമ്മെ ദർശനമാലയിലെ അപവാദ ദർശനത്തിലെ 5-ാം ശ്ലോകത്തിലൂടെ. 5-ാം ശ്ലോകം: കാര്യത്വാദസദോസ്യാസ്തി കാരണം നഹ്യതോ ജഗത് ബ്രഹ്മൈവ തർഹി സദസദിതി മുഹ്യതി മന്ദധീഹി. ഇതിന്റെ പദച്ഛേദം: കാര്യത്വാദ് അസതഃ അസ്യ അസ്തി. കാര്യത്വാദ് അസതഃ അസ്യ അസ്തി. കാര്യത്വാദ് അസതഃ അസ്യ അസ്തി. 4 പദങ്ങൾ. ശ്രദ്ധയോടെ കൃതി വിവരണം കേൾക്കണം, നോട്ട് എഴുതി വയ്ക്കണം. അതിനുശേഷം 2ാമത്തെ വരിയിലെ കാരണം ന ഹ്യതോ, ഹ്യതോ എന്നുള്ളത് പിരിക്കുമ്പോൾ ഹി പ്ലസ് അധഃ, ഹി പ്ലസ് അധഃ ഹ്യതഃ ജഗത്, ഹി പ്ലസ് അധഃ ജഗത്. ബ്രഹ്മൈവ, ബ്രഹ്മ പ്ലസ് ഏവ, ബ്രഹ്മ പ്ലസ് ഏവ ബ്രഹ്മൈവ. സദസദിതി, ബ്രഹ്മൈവ തർഹി സദസദിതി മുഹ്യതി. സത്ത് അസത്ത് ഇതി, സദസദിതി, സത് അസത് ഇതി. 3 പദങ്ങൾ. സദസദിതി മുഹ്യതി മന്ദധീഹി എന്നാണ് ഇതിന്റെ പദച്ഛേദം. ഇനി ഇതിന്റെ പദാനുപദം, അർത്ഥം, ഗദ്യക്രമം എല്ലാം പറയുമ്പോൾ: കാര്യത്വാത്, കാര്യമായതുകൊണ്ട്, അസതഃ ഇല്ലാത്ത, അസ്യ ഈ ജഗത്തിന്, കാരണമസ്തി കാരണമായ ഒരു സത്യമുണ്ട്. കാര്യത്വാത് എന്നാൽ കാര്യമായതുകൊണ്ട്, അസതഃ ഇല്ലാത്തതായ, അസ്യ, അസ്യ എന്ന് പറഞ്ഞാൽ ഇതിന്, ഏതിന്? ജഗത്തിന്, കാരണമസ്തി ഒരു കാരണമായ സത്യമുണ്ട്. അധഃ അതുകൊണ്ട്, ജഗത്ത് ഈ പ്രപഞ്ചം, ന ഹി ഇല്ല തന്നെ. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന പേരിൽ വ്യവഹരിക്കുന്ന ഈ ഒരു സത്യം ഇല്ല തന്നെ. പ്രപഞ്ചത്തിന് വേറിട്ടൊരു നിലനിൽപ്പ് ഇല്ല തന്നെ എന്നർത്ഥം. തർഹി എങ്കിൽ, മന്ദധീഹി മന്ദ ബുദ്ധിയില്ലാത്ത മടയൻ, ചിന്താശക്തി ഇല്ലാത്തവൻ, ബ്രഹ്മ ഏവ ബ്രഹ്മത്തെ തന്നെയാണ്, സത്ത് അസത്ത് ഇതി സത്തെന്നും അസത്തെന്നും, മുഹ്യതി തെറ്റിദ്ധരിച്ച് മോഹിക്കുന്നത്. ഇവിടെ കാര്യമായതുകൊണ്ട് ഇല്ലാത്ത ജഗത്തിന് കാരണമായ സത്യം ഉണ്ടായേ പറ്റൂ.
കാര്യരൂപങ്ങളില്ലാത്തതാണ്. അതുകൊണ്ട് ജഗത്തിന് കാരണമായൊരു സത്യമുണ്ടാകണം. അപ്പോൾ ഈ കാരണമായ സത്യമുണ്ടാകുമ്പോൾ ജഗത്തില്ല തന്നെ, വേറിട്ട് നിലനിൽപ്പില്ല തന്നെ. അപ്പോൾ ബ്രഹ്മത്തെ തന്നെയാണ് ബുദ്ധിഹീനനായ മഠയൻ സത്തെന്നും അസത്തെന്നും, അതായത് ഉള്ളതെന്നും ഇല്ലാത്തതെന്നും തെറ്റിദ്ധരിച്ച് മോഹിച്ച് കഴിഞ്ഞുകൂടുന്നത് എന്നാണ് ശ്ലോകാർത്ഥം. കൃതി വിവരണത്തിലേക്ക് കടക്കുമ്പോൾ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പരമമായ വേദാന്ത തത്വം വെളിപ്പെടുത്തുകയാണ് ഗുരു 5-ാം ശ്ലോകത്തിലൂടെ. ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സകലതിനെയും ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ സകലതുമായി വളർച്ച പ്രാപിക്കുന്നത് എന്നൊക്കെ അർത്ഥം പറയാം. ഇനി കാര്യത്വാത്, കാര്യമായതുകൊണ്ട്, അസതഃ ഇല്ലാത്തതായ, അസ്യ ഈ ജഗത്തിന് കാരണം അസ്തി പരമകാരണമായ ഒരു സത്യമുണ്ട്. അതഹ ജഗത് ന ഹി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജഗത്ത് ഇവിടെ ഇല്ല, പ്രപഞ്ചം വേറിട്ടില്ല എന്ന് പറയുകയാണ്. സകല കാര്യരൂപങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് കാരണസത്ത എന്നറിയണം. ഒരേ ഒരു ജലമാണ് സകല തിരകളുമായി തീരുന്നത്. എത്രയേറെ തിരകളാണുള്ളത്, പക്ഷേ ഈ തിരകളായി മാറിയിരിക്കുന്നത് ഒരേ ഒരു ജലം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ബ്രഹ്മം, സകലതിൻ്റെയും രൂപം കൈവരിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രപഞ്ചത്തെ നാം പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രപഞ്ചമില്ല എന്നിവിടെ പറയുകയാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, പ്രപഞ്ചത്തെ നാം പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയ മനസ്സുകൾക്ക് ഗോചരവുമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്നത് നമുക്കൊക്കെ സംശയത്തിനിടയാക്കുന്നുണ്ട്. അപ്പോൾ നാം ഇവിടെ ചിന്തിക്കണം, തിരയുടെ രൂപത്തിൽ നാം കാണുന്നത് വെള്ളം തന്നെയല്ലേ? പക്ഷെ വെള്ളത്തെയാണ് തിരയായി കാണുന്നത് എന്ന് ആരും ചിന്തിക്കുന്നതേയില്ല. തിര മാത്രമാണ് കാണുന്നത് നാം. സാധാരണ ലൗകികരായ നാം ആ വെള്ളത്തിലെ ഇത് തിരയായി വേറെ കണക്കാക്കുകയാണ് നാം ചെയ്യുന്നത്. അത് ജലമാണെന്ന് ആരും പറയാറില്ല, തിര വരുന്നു എന്നേ പറയാറുള്ളൂ. അതുപോലെ ഇക്കാണുന്ന സമസ്തയിലും ചൈതന്യമായിരിക്കുന്ന ബ്രഹ്മത്തെ കാണുന്നു നാം. ഇത് മനസ്സിലാക്കാതെ സമസ്തയിലും ചൈതന്യമായി നിൽക്കുന്നതാണ് ബ്രഹ്മം. പക്ഷെ ഇതൊരിക്കലും ഈ ഒരു ബോധം ഉൾക്കൊള്ളാതെ, ധരിക്കാതെ പ്രപഞ്ചം മാത്രമാണ് സത്യമെന്ന് കരുതി നമ്മൾ പ്രപഞ്ച ജീവികളായി ഇങ്ങനെ ജീവിക്കുകയാണ്. ഇവരെയാണ് ഗുരു മന്ദബുദ്ധികൾ എന്ന് വിളിച്ചത്. ഒരു തരത്തിലെ നമ്മെ മന്ദബുദ്ധികളാക്കി തീർക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ചേർന്ന്. കാരണം ഇന്ദ്രിയങ്ങളായും മനസ്സായും കാര്യരൂപം പ്രാപിച്ച് വിരിഞ്ഞു നിൽക്കുന്നത് കാരണസത്തയായ ബ്രഹ്മം തന്നെയാണ്. ആ സ്ഥിതിക്ക് ബ്രഹ്മം ഇന്ദ്രിയങ്ങൾക്ക് അഗ്രാഹ്യമാണ്. അതാണ് ഗുരു ഇതിനെ അറിവിലും ഏറിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ദ്രിയങ്ങൾക്കും അതീതമായ അറിവായതുകൊണ്ടാണ്. മനസ്സും മനസ്സിന്റെ വിഷയങ്ങളും മാറി മാറിക്കൊണ്ടിരിക്കുന്നതിനാല് സുഖവും ദുഃഖവും മാറി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സംഭവിക്കുന്നത് ബ്രഹ്മമാകുന്ന കടലിലാണ്. ആ കടലിനെ കണ്ടെത്തി ആ കടലാണ് താനെന്നറിയുമ്പോൾ പിന്നെ ദുഃഖം എവിടെ? പിന്നെയുള്ള ദുഃഖം ദുഃഖമല്ലാതാവും, സുഖം സുഖമല്ലാതായിത്തീരും. അങ്ങനെ നാം മോഹവിമുക്തരായിത്തീരുന്നു. ബ്രഹ്മം മാത്രമാണ് സത്യം. ഉറപ്പിക്കണം മനസ്സിൽ. ഈ ഒരു ഉറച്ച ബോധത്തോടു കൂടി വേണം നാം മുന്നോട്ട് പോകാൻ. എന്തു പറഞ്ഞാലും എന്തെല്ലാം നമ്മൾ ചർച്ച ചെയ്താലും അടിസ്ഥാന സത്യം ഇവിടെ ഒന്നു മാത്രമേയുള്ളൂ. പലത് കാണുന്നത് അസത്യമാണ്. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലയോ പ്രപഞ്ചമില്ല. ജഗത്തായി നിൽക്കുന്നത് കാരണസ്വരൂപമായ ബ്രഹ്മം തന്നെയാണ്. ജഗൻ മിഥ്യ എന്ന് പറയുമ്പോൾ
ജഗത്ത് ഇല്ലാത്തത് എന്നല്ല എന്ന് ഇതിനു മുമ്പ് നാം ചർച്ച ചെയ്തതാണ്. സത്യമല്ലാത്തതിനെ സത്യമായി കാണുന്നു എന്ന അർത്ഥമാണ് എടുക്കേണ്ടത്. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നാം പ്രപഞ്ചത്തെ സത്യമായിട്ട്. പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മം തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തെ തെറ്റിദ്ധരിച്ച് കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്ദ്യം എന്ന് നമുക്ക് പറയാം. ജഗത്തിനുള്ളിൽ ചില കാര്യകാരണ ഭാവങ്ങളൊക്കെ നാം കൽപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പലതരത്തിലുള്ള കാര്യകാരണ ഭാവങ്ങൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ ആകെ കൂടി നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിയാല് ഇവിടെ കാര്യമല്ലാതെ കാരണമൊന്നും ലൗകിക ദൃഷ്ടിയിൽ കാണാനില്ല. ശക്തി സ്പന്ദനം പോലും ഉണ്ടായി മറയുന്നതാണ്. അപ്പോൾ കാര്യമായതുകൊണ്ട് ഇല്ലാത്ത ജഗത്തിന് കാരണമായ സത്യം ഉണ്ടായേ പറ്റൂ. അതായത് ഉണ്ടാകാത്തതും മറയാത്തതുമായത് ഏതാണോ അതാണ് കാരണം. അങ്ങനെ കാരണം മാത്രം സത്യം, കാര്യം മിഥ്യ എന്ന് ഉറപ്പിച്ചു. അതായത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന്. തർഹി എന്നാൽ ഇവിടെ ഗുരു പറയാണ്, ബ്രഹ്മൈവ തർഹി സദസദിതി മുഹ്യതി മന്ദതീഹി. ബ്രഹ്മത്തെ തന്നെയാണ് മന്ദതീഹി മഠയന്മാർ സദസദിതി ഉള്ളതെന്നും ഇല്ലാത്തതെന്നും, അതായത് സത്തും അസത്തുമായി തെറ്റിദ്ധരിച്ച് മോഹിച്ച് മുഹ്യതി അല്ലെ മോഹിച്ച് കഴിഞ്ഞുകൂടുന്നു. ജഗത്തിലെ ഉണ്മ, ജഗത്തിനാകവേ ഒരു സത്തയുണ്ട് അല്ലെ, സദ്ഘനം എന്ന് ഗുരു പറഞ്ഞു. ജഗത്തിലെ ഉണ്മ സദ്ഭാവവും ഇല്ലായ്മ ജഡഭാവവുമാണ്. പരമകാരണമായ ബ്രഹ്മത്തിൽ മായയുളവാക്കുന്ന സൂക്ഷ്മമായ ശക്തി സ്പന്ദനത്തോടെയാണ് ജഗത് ഉത്പത്തി തുടങ്ങുന്നത്. ബ്രഹ്മത്തിൽ ശക്തി സ്പന്ദിക്കുമ്പോഴാണ് പ്രപഞ്ചം. സ്പന്ദനത്തിന് കട്ടികൂടി ബാഹ്യ ദൃശ്യങ്ങൾ കാണുന്നു. അങ്ങനെ സ്പന്ദനത്തിനനുസരിച്ച് ഓരോ വസ്തുവിലും ബ്രഹ്മം പ്രതിബിംബിക്കാൻ തുടങ്ങുന്നു. ഈ പ്രതിബിംബമാണ് ജീവൻ. ശക്തിയുടെ ആദ്യ സ്പന്ദനം മുതൽ ആരംഭിക്കുന്ന സൂക്ഷ്മ ജഡമാണ് ശബ്ദം. നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ എഴുതിയെടുക്കേണ്ട ഒരു പോയിന്റാണിത്. ശക്തിയുടെ ആദ്യ സ്പന്ദനം, ബ്രഹ്മത്തിൽ ശക്തി സ്പന്ദിക്കുമ്പോൾ ആ ശക്തിയുടെ ആദ്യ സ്പന്ദനം മുതൽ ആരംഭിക്കുന്ന ഒരു സൂക്ഷ്മ ജഡമാണ് ശബ്ദം, നാദം, ശബ്ദം. ശബ്ദമാധ്യമത്തോടു കൂടിയാണ് ഓരോ ജീവിയിലും ജീവബോധം അനുഭവിക്കുന്നത്. എഴുതിയെടുക്കേണ്ട പോയിന്റാണ്. ശബ്ദമാധ്യമങ്ങളോട് കൂടിയാണ് ഓരോ ജീവിയിലും ജീവബോധം അനുഭവിക്കുന്നത്. പിണ്ടനന്ദിയിൽ ഗുരു ഈ ശബ്ദത്തെ നമുക്ക്, ഈ നാദത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ജീവന്റെ ഉത്പത്തി സമയത്ത് ഒരു ജീവൻ തുടിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ശബ്ദമാണ്. നോക്കൂ, രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. പിതൃബീജം മാതൃരക്തവുമായി ഇടകലർന്ന് ചൈതന്യത്തോടൊപ്പം ശബ്ദവും അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ ഗുരു. കണ്ടോ, ചൈതന്യത്തോടൊപ്പം ശബ്ദവും അംഗീകരിച്ചു. ഞാൻ എന്നിങ്ങനെ ശക്തി സ്പന്ദനം ഉളവാക്കുന്ന ശബ്ദാംശത്തിൽ കലരുന്ന, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ബോധമാണ് ജീവൻ. ശബ്ദാംശത്തിൽ കലരുന്ന ബോധമാണ് ജീവൻ. ഈ ആദിമ ശബ്ദത്തെ ഗുരു എത്രയോ കൃതികളിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നമോ നാദബിന്ദുആത്മികേ നാശഹീനേ. കാളി നാടകത്തില് നാദത്തിലുണ്ടാം നമ ശിവായ പൊരുൾ. കുണ്ടലിനി പാട്ട് അല്ലെ. എന്നാശയം ഗതി പേറും നാദഭൂമിയിലമർന്നാവിരാപ പടരും. ജനനി നവരത്ന മഞ്ജരിയിലെ എത്രയോ കൃതികൾ. നാദാന്തദ്യുതിമേകമനേകം അനാസംഗം സകലാസംഗം.
ഗുഹാഷ്ടകം അല്ല, ഇനി എത്രയോ കൃതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ ആദിമ ശബ്ദത്തെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സ്പന്ദന രൂപത്തിൽ ആരംഭിക്കുന്ന ശബ്ദമാണ് പിന്നീട് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന തന്മാത്രകളായും പഞ്ചേന്ദ്രിയങ്ങളായും പഞ്ചഭൂതങ്ങളായും ഒക്കെ രൂപം മാറുന്നത്. ഏതാണ് ഈ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത്, പഞ്ചതന്മാത്രകളും ഒക്കെ ആയിട്ട് മാറുന്നത് സ്പന്ദന രൂപത്തിൽ ആരംഭിക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ ശബ്ദബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ശബ്ദവും ഒഴിഞ്ഞു മാറുന്ന ഇടമാണ് ശുദ്ധബോധ സ്വരൂപമായ സത്യം. അതാണ് ഗുരു ആത്മോപദേശ ശതകത്തിലെ 52ാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറഞ്ഞു തന്നു. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൽ അണയുമതിങ്കല ശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ശബ്ദമയമായി ആകാശം പ്രത്യക്ഷപ്പെടും. തുടർന്ന് ആകാശത്തിൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഒത്തുചേരും. വീണ്ടും അവിടെ അറിവ്, അറിയുന്നവൻ, അറിയുന്ന വസ്തു, ഏതൊരു ജ്ഞാനത്തിലും ഈ 3 കാര്യങ്ങളുണ്ടാവും. ത്രിപുടി എന്നിങ്ങനെ അറിവിന്റെ 3 പുടങ്ങൾക്കും വേർതിരിഞ്ഞൊരവസ്ഥ വന്നു ചേരുന്നുണ്ട്. 3ആയി വേർതിരിയുന്നു. അറിവും, അറിയുന്നവനും, അറിയുന്ന വസ്തുവും. പ്രപഞ്ച ഘടകത്തിൽ ശബ്ദവും മാഞ്ഞു മറയുന്നു. അഖണ്ഡബോധമാണ് സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന സത്യം. സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന ഈ സത്യത്തെ തിരിച്ചറിയുവാൻ, മായാമതി അറിവാൻ മനനം തുടർന്നിടേണം എന്ന് ഗുരു പറഞ്ഞ് തുറന്നു വയ്ക്കുകയാണ്. ബ്രഹ്മവസ്തു വിചാരം ചെയ്ത് ഉറപ്പിക്കണം. ഇതിലെഴും ആദിമശക്തി ഇങ്ങു കാണുന്നിതു സകലം പെറുമാതി ബീജമാകും. മതിയതിലാക്കി മറന്നിടാതെ മായാമതിയറുവാൻ മനനം തുടർന്നിടേണം എന്ന് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ആത്മോപദേശ ശതകത്തിൽ. അഖണ്ഡബോധ സ്വരൂപമായ സത്യത്തിലുള്ള കാരണശക്തി ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ കാഴ്ചകൾക്കും ജന്മമരുളുന്ന ആദ്യ വിത്താകുന്നു എന്ന്. അപവാദ ദർശനത്തിലെ 5ാം ശ്ലോകത്തിൽ കാര്യമായതുകൊണ്ട് ഇല്ലാത്ത ജഗത്തിന് കാരണമായ സത്യം ഉണ്ടായേ പറ്റൂ എന്ന് പറയുന്നു, ഉറപ്പിച്ചു പറയുകയാണ് ഗുരു. അതുകൊണ്ട് ജഗത്തില്ല എന്ന് ഉദാഹരണത്തിലൂടെ ഉറപ്പിച്ചു നാം. ഇനി നമ്മെ പോലെയുള്ള മന്ദധീകള്, മഠയന്മാര് ഏകമായ ബ്രഹ്മത്തെ തന്നെയാണ് ഉള്ളതെന്നും ഇല്ലാത്തതെന്നും സത്തും അസത്തും ഒക്കെയായി തെറ്റിദ്ധരിച്ച് മോഹിച്ച് കഴിഞ്ഞുകൂടുന്നത് എന്നും ഗുരു നമ്മോട് പറഞ്ഞു. നാം മുൻപ് പറഞ്ഞ ശബ്ദമാധ്യമത്തെ സമാശ്രയിക്കുമ്പോൾ ജീവാനുഭവത്തിലുള്ള ബോധം പ്രതിബിംബമാണെന്ന് തെളിഞ്ഞു. അതായത് ഓരോ ജീവനിലും പ്രതിബിംബിക്കുന്ന ആ ഒരു ബോധാംശമുണ്ടല്ലോ, ഈ ശബ്ദമാധ്യമത്തെ ആശ്രയിക്കുമ്പോൾ ഈ ബോധാംശം ഒരു പ്രതിബിംബമാണെന്ന് തെളിയുന്നു. കാരണം ഒരു സാപേക്ഷമായിട്ടാണല്ലോ ഇവിടെ ബോധം തെളിയുന്നത് ജീവനിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ശബ്ദമാധ്യമത്തെ സമാശ്രയിക്കുന്നതിനാല് ജീവാനുഭവത്തിലുള്ള ബോധം പ്രതിബിംബമാണ് എന്ന് തെളിഞ്ഞു. കാരണം ഒരേ ഒരു സൂര്യൻ വിവിധങ്ങളായ പാത്രത്തിലെ ജലത്തിൽ പ്രതിബിംബിക്കുന്നുണ്ട്. സൂര്യൻ ഒന്നേ ഉള്ളൂ, വിവിധങ്ങളായ പാത്രങ്ങൾ. അത് ചിലപ്പോൾ നല്ല പാത്രങ്ങളുണ്ടാവാം, ചീത്ത തെളിഞ്ഞ പാത്രവും അഴുക്ക് കലർന്ന പാത്രമുണ്ടാകാം. ജലവും ഇതുപോലെ തന്നെ ശുദ്ധജലമാകാം, അഴുക്ക് നിറഞ്ഞ ജലമാകാം. പക്ഷെ എല്ലാത്തിലും ഈ സൂര്യന്റെ പ്രതിബിംബം നമ്മൾ കാണുന്നുണ്ട്. പാത്രത്തിന്റെയും ജലത്തിന്റെയും ഗുണമനുസരിച്ച് പ്രതിബിംബവും നാം അവ്യക്തമായി കാണുന്നു. അവിടെ ആ കാണലിലും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരേ ഒരു സൂര്യൻ തന്നെയാണ് എല്ലാത്തിലും പ്രതിബിംബിക്കുന്നത്. ഉപാധിയാണ് മാറ്റം വരുന്നത്. പ്രതിബിംബിക്കുന്ന ഉപാധികൾക്ക് മാത്രമാണ് മാറ്റം വരുന്നത്. ഇതുപോലെ ശക്തി സ്പന്ദനം അനുസരിച്ച് എത്ര ജീവനുകൾ വേണമെങ്കിലും ഇവിടെ ഉണ്ടാകാം.
സ്പന്ദന സ്വഭാവം, അതായത് സ്പന്ദന ശക്തി കൂടുതൽ കുറവ്, ഇതനുസരിച്ചായിരിക്കും ജീവന്റെ സ്വഭാവം വരിക. ജഗത്തുമായി ബന്ധപ്പെട്ട് ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് എപ്പോഴും ജീവനാണ്, ജീവനുകളാണ്, ഇവിടുത്തെ ജീവനുകളാണ് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഉണ്മയെ അനുഭവിക്കുന്ന ജീവൻ തന്നിൽ മൃഗവും പക്ഷിയും ദേവനും ഒന്നുമില്ലെന്ന് അനുഭവിക്കുന്നു. താനൊരു മനുഷ്യദേഹമാണ്, തന്നിലെ മൃഗവും പക്ഷിയും ദേവനും ഒന്നുമില്ല എന്ന് അനുഭവിക്കുന്നുണ്ട് ഉണ്മയെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്? കാരണം ജീവനെ വലയം ചെയ്തിരിക്കുന്ന ജഡമായ മനുഷ്യ ശരീരമാണ്. ആ ഒരു ജീവനെ വലയം ചെയ്തിരിക്കുന്നു മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരം ജഡമാണ്. ഈ ജഡമാണ് ഈ ഇല്ലായ്മയുടെ അനുഭവം ഉണ്ടാക്കുന്നത് എന്നർത്ഥം. അതാണ് സത്തെന്നും അസത്തെന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഇല്ലായ്മ അനുഭവത്തിന് കാരണം ജഡമാണ്, അസദംശമാണ്. സത്തും അസത്തും മായ നിർമ്മിതമായ അസത്യമാണ്. ജീവനില്ലാതെ ജഡബോധമില്ല, ജഡബോധമില്ലാതെ ജീവനുമില്ല. അപേക്ഷിതമായതിനാലാണ് അസത്യമെന്ന് പറഞ്ഞത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ശുദ്ധമായ ബ്രഹ്മസത്യത്തിന് ഒന്നിന്റെയും അപേക്ഷ ആവശ്യമില്ലല്ലോ. ഭഗവത്ഗീത പറയുകയാണ്, ന സത് തന്നാസതുച്യതേ, തന്നാസതുച്യതേ. അതായത് ന സത്ത്, ഇത് സത്തോ, അല്ലെങ്കിൽ തത് എന്ന അസത്ത്, ഇത് സത്തോ അസത്തോ അല്ല ഈ പ്രപഞ്ചം. എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും എല്ലാ പരമമായ സത്യത്തെ വിളിച്ചോതി തരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളോട് പറയുന്ന സത്യം ഒന്ന് തന്നെയാണ്. ആ പരമസത്യത്തെയാണ് പരമചൈതന്യമായ ഗുരു നമ്മോട് അരുളുന്നത്. ഭഗവത്ഗീതയിൽ 13ാമത്തെ അധ്യായം കേട്ടോ, ശ്ലോകം 3 പറയുകയാണ്, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് തുടങ്ങുന്ന 4 വരി ശ്ലോകത്തിലൂടെ പറയുകയാണ്, ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ ഞാനാണ്. ഒരു വ്യക്തിക്ക് സ്വശരീരത്തെക്കുറിച്ചേ അറിയൂ, മറ്റുള്ളവരുടെ ശരീരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. സർവശരീരങ്ങളിലും പരമാത്മാവായി വാഴുന്ന ഭഗവാന് എല്ലാ ശരീരങ്ങളെയും അറിയാം എന്ന് ഭഗവത്ഗീതയും നമ്മോട് പറഞ്ഞു തരികയാണ്. അതായത് ഒരു രാജാവിന് ഒരു രാജ്യത്തിലെ എല്ലാ പ്രജകളുടെയും സ്വത്ത് വിവരവും അവരുടെ കാര്യങ്ങളും അറിയാം. പക്ഷെ ഒരു വ്യക്തിക്കോ ആ വ്യക്തിയുടെ സ്വത്ത് വിവരവും അവനെക്കുറിച്ച് മാത്രമേ അറിയാവുള്ളൂ. അത് സാധാരണ ഉദാഹരണത്തിലൂടെ വേണമെങ്കിൽ നമുക്കതൊന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയാം. കാര്യരൂപങ്ങളായ ജീവജഡഭാവങ്ങളെ അപവാദ പ്രക്രിയ വഴി തള്ളിക്കളഞ്ഞ് അതിനപ്പുറമുള്ള നിരപേക്ഷ ബ്രഹ്മസത്യത്തെ കണ്ടെത്തി തരികയാണ് ഗുരു, നമ്മോട് പറഞ്ഞു തരികയാണ്. തച്ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധാഹ എന്നേ പറയാനുള്ളൂ. തച്ചിന്തനം, ബ്രഹ്മത്തെ മാത്രം ചിന്തിക്കുക. തത് കഥനം, അത് തന്നെ പറയുക. അന്യോന്യം തത് പ്രബോധനം, ആ സത്യത്തെ തന്നെ ചർച്ച ചെയ്യുക, സംസാരിക്കുക, അതിൽ ഏകാഗ്രപ്പെടുക. ഏതദേകപരത്വം ച, അതിലെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണം. ഇതാണ് ബ്രഹ്മാഭ്യാസം. അതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനഃശുദ്ധിയും ഏകാഗ്രതയും ഉള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കുവാനും പറയുവാനും പഠിക്കുവാനും സാധ്യമാവുകയുള്ളൂ. ആർക്കൊക്കെ ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ കൃതിയിലൂടെ പോകുമ്പോൾ അത് മനോമുകുരത്തിൽ എന്തെങ്കിലും ഒരു ആശയം തെളിഞ്ഞിട്ടുണ്ടോ, അവരൊക്കെ ചിത്തശുദ്ധി കൈവന്നവരാണ്, മനസ്സ് ഏകാഗ്രപ്പെട്ടവരാണ്, സന്മാർഗത്തിലേക്കുള്ള ശ്രേയസിന്റെ മാർഗത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടിയവരാണ് എന്നറിയണം. വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും പറയുക, വീണ്ടും വീണ്ടും ചിന്തിച്ച് സത്യത്തെ ഉറപ്പിക്കുക. 5-ാം ശ്ലോകത്തിന്റെ ഉപസംഹാരം
ആത്മോപദേശ ശതകത്തിന്റെ 100-ാം ശ്ലോകത്തിലൂടെ ആകാം നമുക്ക്. അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അഹം അതും ഇതുമല്ല, സത്തും അസത്തും ഒന്നുമല്ല എന്നർത്ഥം. അസദർത്ഥമല്ല, സത്തുമല്ല അസത്തുമല്ല. പിന്നെ ഞാൻ ആരാണ്? സച്ചിദാമൃതം. ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവാണ് എന്ന് തെളിഞ്ഞ് ഇപ്രകാരം വ്യക്തമായി ഭാവന ചെയ്ത് ധീരനായി പ്രതിസന്ധികളിൽ തളരാതെ സത്യത്തെ തേടിയുള്ള ഈ യാത്രയിൽ വരുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ധീരനായി ഏകാഗ്രത നേടി സദസദിതി ഉണ്ട് ഇല്ല എന്നിങ്ങനെ സാപേക്ഷ അനുഭവങ്ങളിൽ പ്രതിപത്തിയറ്റ്. ഇത് നമ്മുടെ ഈ ശ്ലോകവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നു. ആത്മോപദേശ ശതകത്തിന്റെ 100-ാം ശ്ലോകം. സദസദിതി ഉണ്ട് ഇല്ല എന്നിങ്ങനെ സാപേക്ഷ അനുഭവങ്ങളിലുള്ള പ്രതിപത്തി അറ്റ്. ഉണ്ട് ഇല്ല എന്ന ബോധം സാപേക്ഷിതമാണെന്ന് നാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഒന്നും മനസ്സുടക്കാതെ ഒരു പ്രതിപത്തിയും ഇല്ലാതെ പൂർണ്ണ വിരക്തനായിട്ട് സത്തോം സത്ത് ഓം എന്ന് നീട്ടി ഉച്ചരിക്കണം. ഈ ഓംകാരം ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്നത് നമ്മുടെ ഹൃദയ ഗുഹയിലാണ്. അവിടം തത് സത്, സത്ത് തന്നെ, കാരണവും കാര്യവും ഒന്ന് തന്നെ. ബ്രഹ്മപ്രതീകമായ പ്രണവത്തെ ഉപാസിച്ച് മൃദുവായി മൃദുവായി അഖണ്ഡബോധത്തിൽ ലയിച്ചൊന്നാകണം. സർവം ഖല്വിദം ബ്രഹ്മ എന്ന് പറഞ്ഞുകൊണ്ട് 5-ാം ശ്ലോകത്തിന്റെ അർത്ഥവിചിന്തനം പരമകാരുണികനായ മഹാഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.